മധ്യപൂർവേഷ്യയിൽ ഇപ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഘട്ട ആക്രമണങ്ങളിലേക്ക് ഇറാൻ കടന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഇറാനിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നെന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പി ജെയിംസ് ന്യൂസ് ഡെസ്കിൽ തുടരുന്നുണ്ട്. ജെയിംസ്, ഇപ്പോൾ ഇത് എത്ര നാൾ വരെ തുടരും എന്നുള്ള ചോദ്യം വീണ്ടും ഉയരുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഇറാനിലൊരു ഭരണമാറ്റമാണോ അതോ ഖമനയെ വധിക്കുകയാണോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ തുടങ്ങിവെച്ച ആക്രമണം അത് പൂർത്തിയാക്കിയിട്ട് എങ്ങനെ അവർ പിന്മാറും? അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്ത്? അതൊക്കെ ചോദ്യങ്ങളായി ഇപ്പോൾ ഉയരുന്നുണ്ടല്ലോ പി ജെയിംസ്. തീർച്ചയായിട്ടും ഉന്മേഷ്, ഇതിനിടയിൽ പല വാർത്തകളും വരുന്നുണ്ട്. ഇറാഖിന്റെ പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഇറാഖിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെ വധിച്ചുവെന്ന് ചാനൽ 12. പക്ഷേ ഇസ്രായേലോ അമേരിക്കയോ സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് വന്ന് അത് പറയുമായിരുന്നു. അപ്പം അതുകൊണ്ട് അത് സംഭവിക്കാൻ സാധ്യതയില്ല. എന്ന് മാത്രമല്ല, ഇറാൻ പറയുന്നത് ഞങ്ങളുടെ പരമോന്നത നേതാവ് ടെലിവിഷനിൽ വന്ന് താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുമെന്നുള്ള രീതിയിലാണ് പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അധികം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ആയത്തുള്ള ഖമനിയെ, അദ്ദേഹം 37 വർഷമായി ഇറാനിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ്. നേരത്തെ വനിതകളുടെ പ്രക്ഷോഭമുണ്ടായപ്പോൾ അവിടുത്തെ സദാചാര പോലീസ് അവിടുത്തെ 22-കാരിയായ കുർദിഷ് യുവതിയെ കൊലപ്പെടുത്തിയപ്പോൾ 2.5 ലക്ഷം വനിതകളാണ് സമരരംഗത്ത്. പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരായി. അതിനടിച്ചമർത്തിയത് ഈ ആയത്തുള്ള ഖമനിയുടെ പേരിലുള്ള സദാചാര പോലീസും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സൊക്കെ ചേർന്നാണ്. അപ്പോൾ ഈ വെനിൻസുല പോലെയല്ല, വെനിൻസുവേലയിൽ അവിടുത്തെ സൈന്യത്തിന്റെ പിന്തുണ മഡൂറോയ്ക്ക് ഇല്ലാതെ പോയതാണ് കാരണം. പക്ഷെ ഇവിടെ ജനങ്ങൾ ഒരു പക്ഷേ ആയത്തുള്ള ഖമനിക്കെതിരെ ആയിരിക്കാം ഭൂരിപക്ഷം. പക്ഷെ അവിടുത്തെ സൈന്യവും പോലീസും എല്ലാവരെയും ഫിലോസഫിക്കലായിട്ട് തന്നെ അവരുടെ ഒരു ഐഡിയോളജിയുമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഇതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ ആ ഒരു ഐഡിയോളജിയെ തകർത്ത് അവിടെ ഇസ്ലാമിക ഭരണകൂടത്തെ അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലും കഴിയുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. പക്ഷെ അവർ ലക്ഷ്യം വെക്കുന്നത് ഖമനായെ തീർക്കാൻ സാധിച്ചാൽ അവർക്ക് ഒരു പക്ഷേ നേതൃത്വമില്ലാതെ വരികയും ആ സമയം നോക്കി റസാ പഹ്ലവിയെ പോലെ 1979 ഇസ്ലാമിക വിപ്ലവകാലത്ത് പുറത്താക്കപ്പെട്ട ഷായുടെ മകൻ റസാ പഹ്ലവിയെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നവരുണ്ട്. അല്ലെങ്കിൽ ഈ ഇസ്ലാമിക ഭരണകൂടത്തിന് പകരം ഒരു ജനകീയ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ മസൂദ് പെസഷ്കിയാൻ നേരത്തെ മിതവാദി നേതാവായിരുന്നു. അദ്ദേഹം ഈ ആയത്തുള്ള ഖമനിയുടെ നിലപാടിനെതിരെ നിലപാടെടുത്ത് പ്രസിഡന്റായതാണ്. പ്രസിഡന്റായി കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ചേരുന്ന അവസ്ഥയുണ്ടായി. അമേരിക്കയ്ക്കെതിരെ ഇസ്രായേലിനെതിരെയുള്ള നിലപാടുകളിൽ അവർ ഒരുമിച്ചാണ്. അപ്പോൾ അവരൊക്കെ അണ്ടർഗ്രൗണ്ടിൽ പോയിരിക്കുന്നു എന്നാണ് വാർത്ത. പക്ഷെ അവരെ വധിച്ചു എന്നുള്ളൊരു പ്രചരണം വന്നിരിക്കുന്നു. എന്തായാലും ഇറാന്റെ പ്രതിരോധ മന്ത്രി വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കപ്പലിനുള്ളിലാണ് കള്ളൻ എന്ന് പറഞ്ഞതുപോലെ ടെഹ്റാനിൽ ഇറാന്റെ ഉള്ളിലൊക്കെ ഇറാന്റെ ഭരണകൂടത്തിനെതിരെ പോരാടുന്നവർ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വിവരങ്ങൾ ചോർത്തി നൽകുന്നുണ്ട്. എന്ന് മാത്രമല്ല മൊസാദിന്റെ കണ്ണികൾ അവിടെയൊക്കെ ഉണ്ട്. അതിൽ കുറെ പേര് അവർ പിടികൂടി വധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അത് കാണിക്കുന്നതാണ്. കാരണം മേധാവിമാരെ ഇത്ര കൃത്യമായിട്ട് അവർക്ക് ടാർഗറ്റ് ചെയ്ത് അവരെവിടേക്ക് മൂവ് ചെയ്യുന്നു, അവരെവിടെ താമസിക്കുന്നു ഇത് കണ്ടെത്തി. നേരത്തെ ഹമാസിന്റെ നേതാക്കളെ അവരുടെ ഗസ്റ്റ് ഹൗസിൽ കൃത്യമായി ബോംബ് വെച്ച് കൊലപ്പെടുത്തിയത് മുതൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ടാർഗറ്റ് ചെയ്ത ചരിത്രമുണ്ട്. 2020 കാലഘട്ടത്തിലാണ് അവരുടെ ഏറ്റവും വലിയ ജനകീയ സൈനിക നേതാവായിരുന്ന സുലൈമാനിയെ ബാഗ്ദാദിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ കൊലപ്പെടുത്തിയത്. അത് കൃത്യമായി ലേസർ ഗൈഡഡ് മിസൈൽ വെച്ച് കോൺവോയ് ആയിട്ട് വരുന്ന വാഹനത്തില് എവിടെയാണോ ഈ സുലൈമാനി എന്ന സൈനിക ജനറൽ ഇരുന്നത് അതിലേക്ക് ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു. ഇത് മാത്രമല്ല അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു, ആദ്യ ടേമായിരുന്നു ട്രംപിന്റെ. ട്രംപ് പറഞ്ഞു ഇതിന്റെ ലാസ്റ്റ് മിനിറ്റിൽ ഇത് കൊണ്ടുവന്ന് ഈ കോൺവോയില് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കത് കാണണം. ലൈവായിട്ട് ട്രംപിനെ വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിലിരുന്നത് കാണിച്ചു കൊടുത്തു എന്നാണ് പിന്നീട് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തരത്തിൽ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുന്നതിൽ മൊസാദും അതുപോലെ തന്നെ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളും തന്ത്രപരമായ ഒരു മുന്നോട്ടാണ്. പക്ഷേ ഒരുപക്ഷെ ഇസ്രായേലിനെ അമ്പരപ്പിക്കുന്നത് അവരെ ഏത് സമയത്തൊക്കെ ഹമാസായിട്ടും ഈ ഗസ യുദ്ധ സമയത്തൊക്കെ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ പ്രത്യേകിച്ച് ഹൂതികൾ യമനിൽ നിന്ന് അയച്ചതൊക്കെ തടയാൻ അയൺ ഡോമുകൾക്ക് കഴിഞ്ഞിരുന്നു.
പക്ഷേ ഇറാൻ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളാണ് അയക്കുന്നത്. അതിൽ ക്ലസ്റ്റർ ബോംബുണ്ട്. അപ്പോൾ കൃത്യമായി അയൺ ബോംബ് ഒന്ന് തടയുമ്പോൾ അത് പല തരത്തില് സ്പ്ലിൻഡർ രീതിയിൽ ക്ലസ്റ്റർ ബോംബുകളായി മാറി പതിക്കുന്നുവെന്നുള്ളതാണ് ജൂണിൽ നടന്ന ആക്രമണത്തിലും ഇസ്രായേലിന് സംഭവിച്ചത്. ഇപ്പോഴും ഇസ്രായേലിൽ സ്ഫോടനങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇസ്രായേലിന് പതിവ് പോലെ തടയാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എത്ര മുന്നോട്ട് പോകുമെന്നതിനെക്കുറിച്ച് നമുക്ക് പറയാനാവില്ല. എന്ന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളൊക്കെ വല്ലാത്ത രോഷത്തിലാണ്. അവർ പറഞ്ഞു ഞങ്ങളുടെ മണ്ണ് കൊടുക്കില്ല ഇറാൻ ആക്രമിക്കാൻ എന്ന് പറഞ്ഞിട്ടും സൗദി അറേബ്യയെ ആക്രമിച്ചു. അതുപോലെ UAE പാം ജുദയിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അവിടെ UAE അബുദാബിയിലും ആക്രമണം നടത്തി. അതുപോലെ അപ്പോൾ അവരൊക്കെ യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരാണ് സൗദി അറേബ്യയും UAE-യും. അതിനു പുറമെയാണ് ബഹ്റിനിൽ, ഖത്തർ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇരിക്കുന്ന സ്ഥലത്താണ്. അവിടെ 3 സ്ഫോടനങ്ങൾ ഉണ്ടായി. പാട്രിയോട്ട് മിസൈലുകൾ തകർത്തിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുവൈറ്റ്, ഇറാഖ് അധിനിവേശത്തിന് ശേഷം കുവൈറ്റിന് നേരെ ആരും വാളോങ്ങാൻ തയ്യാറായിട്ടില്ല. കുവൈറ്റ് സമ്പന്നമായ രാജ്യമാണ്. അവരെ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ഒരു ബേസ്, ചെറിയ ഒരു രാജ്യത്ത് തന്നെ ഏതാണ്ട് നമ്മുടെ ഒരു ജില്ലയുടെ വലിപ്പമുള്ളൂ കുവൈറ്റ്. പക്ഷെ അവിടെ അവരുടെ ബേസ് ഉണ്ട്. ആ ബേസിലേക്ക് അടിച്ചിരിക്കുന്നു. അപ്പോൾ ആ തരത്തിൽ ബഹ്റിനിൽ എല്ലാം, സിറിയയിൽ, ജോർദനിൽ, ഇറാഖിൽ ഈ തരത്തിൽ ഇറാന്റെ ഒരു അടി അമേരിക്കയെ ഒരു തരത്തിൽ അമ്പരപ്പിക്കുന്നതാണ്. പക്ഷെ കാര്യങ്ങൾ എവിടെ എത്തുമെന്ന് കാത്തിരുന്ന് കാണാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.